തരാം തരാം. ഇതിനെ കൊണ്ട് എപ്പോഴും വീടിനകത്ത് നിന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്നു. എപ്പോഴും വീടിനകത്ത് തന്നെയല്ലേ, അപ്പോൾ പുറത്തോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ആടിന് വാടൽ കൊടുക്കുക. ഞാൻ ഓർത്തപ്പോൾ ജസ്റ്റിന് എപ്പോഴും അകത്ത് വീടിനകത്ത് തന്നെയാണ് കളിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും പുറത്തോട്ട് കൊണ്ടുപോകാം എന്ന് കരുതി. ഞങ്ങളങ്ങനെ നടന്നിറങ്ങി ഞങ്ങളുടെ കുരിശടിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ കുരിശടി. ജസ്റ്റിലാണെങ്കിൽ അവിടെ നിന്ന് പുന്നൊക്കെ പെറുക്കിയിട്ട് എറിയുക. ഇവിടെ ഇപ്പോൾ എൻ്റെ പുറകിൽ ബീച്ച് കാണാൻ വന്ന ഒരു ഫാമിലി ഉണ്ട്. അവിടെ വണ്ടി നോക്കിയപ്പോൾ ചേർത്തല രജിസ്ട്രേഷനാണ് ഉണ്ടത്. ചേർത്തലെന്ന് വന്നിട്ടുള്ളത്. ഇതാണ് മറ്റേ സ്നേഹപ്പുല്ല്. ഇതെടുത്തത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. എപ്പോഴും വീടിനകത്ത് തന്നെയല്ല, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ജസ്റ്റിനെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നായിരിക്കും. കാരണം എപ്പോഴും വീട്ടിലിട്ട് വളർത്തി അകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കണ്ട സാധനം തന്നെ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് കാണാത്ത കാഴ്ചകളൊക്കെ കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന. ജസ്റ്റിന് ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ ഞങ്ങളൊരു കുഴിയുടെ അകത്തായിരിക്കുന്നത്. ഇവിടുന്ന് മണ്ണെടുക്കുന്ന ആൾക്കാർ, വെള്ള മണ്ണ് ഇതുണ്ടോ. ഓക്കെ, അങ്ങനെ ജസ്ലിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക. അങ്ങനെ ജസ്ലിൻ കളിച്ചോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറല്ലേ? ഇങ്ങനെ വീട്ടിൽ എപ്പോഴും ഇരിക്കുന്നത്, ഇടക്കൊക്കെ പുറത്തോട്ട് പോവാ. അതെ ജസ്ലിൻ നേരെ കിടക്ക്, കത്തി ചാടി. ഇതെന്ത് ഇങ്ങനെ കിടക്കുന്നത്? ജസ്ലിനാണെങ്കിൽ ദേഹത്ത് മണ്ണൊക്കെ ആയി. ഇനി വീട്ടിൽ കൊണ്ട് കുളിപ്പിക്കാവേ. ലിബിയുമായിട്ട് ഇവിടെ മറ്റേ തയ്ക്കുന്ന അവിടെ വന്നതാ. തയ്ക്കുന്ന വീട്ടിൽ ലിബിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട് അല്ലേ ലിബി? പാരസെറ്റാമോൾ മേടിക്കണ്ടേ? നേരെ പിടി ഇങ്ങനെ രണ്ടേയും കൊണ്ട് പിടി. ഇങ്ങനെ കുഴിച്ചു പിടി. കണ്ടോ വെള്ളം വരുന്നുണ്ടോ? ഇവിടെ കറ്റാർ വാഴയുണ്ട്. മതി
തയ്പ്പിക്കാൻ കൊണ്ടോ ഞങ്ങൾ ഇവിടുന്ന് പപ്പരൊക്കെ വാങ്ങിച്ചു.